നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്റ്റാക്കളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ നവീൻ പനങ്കാവ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ കണ്ണൂർ പോലീസ് മൈതാനത്ത് നടക്കുന്ന ഫ്ലവർ ഷോയിലാണ്. ജനുവരി 16 തുടങ്ങി ജനുവരി 27 വരെ നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തമായ പൂക്കളാൽ അലങ്കൃതമായിട്ടുള്ള പുഷ്പോത്സവമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത്. നമ്മുടെ ഇതൊരു 12,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ളൊരു അലങ്കാരമാക്കിയുള്ള സെക്ഷനാണ്. പൂന്തോട്ടമാണ് ഇവിടെ അലങ്കരിച്ചിരിക്കുന്നത്. 12,000 സ്ക്വയർ ഫീറ്റിൽ ഒരുപാട് 15,000-ലധികം പൂച്ചട്ടികളൊക്കെ ആയിട്ടാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് ഞാനിന്ന് എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നത്. അപ്പം മൊബൈലിനും ലാപ്ടോപ്പിനും കമ്പ്യൂട്ടറൊക്കെ ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ ആണ്, ഷോറൂമാണ് ഇമേജിൻ്റെ ഷോറൂം. വരിക വിലക്കുറവിലും ഗുണമേന്മയിലും സെലക്ഷനിലും അതുപോലെ നമ്മുടെ സേവനത്തിൽ എല്ലാ സർവീസിലൊക്കെ നമ്പർ 1 ആണ് ഇമേജ് മൊബൈൽസ് എന്ന് പറയുന്നത്. അപ്പം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്റ്റാക്കളുടെ ഇന്നത്തെ അധ്യായം, പൂക്കളുടെ ഇടയിൽ നിന്ന് ചോദിക്കുന്ന ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ മുന്നേ നമുക്ക് പരിചയമുള്ള വ്യക്തി തന്നെയാണ്. അതായത് നിയമപാലകനായിരുന്നു, അതായത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഇപ്പോൾ റിട്ടയർഡായി അല്ലേ? റിട്ടയർഡ് ആയ സമയത്ത് ഏത് പോസ്റ്റ് എന്തായിരുന്നു? ഞാൻ സബ് ഇൻസ്പെക്ടറായിട്ടാണ്. സബ് ഇൻസ്പെക്ടറായിട്ട് എവിടെ നിന്ന് റിട്ടയർഡ് സമയത്ത്? കാസർഗോഡ് നിന്നാണ്. മൊത്തം എവിടെയൊക്കെ ഉണ്ടായിരുന്നു? കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലുണ്ടായിരുന്നു. ശ്രീകണ്ഠപുരം, ആലക്കോട്, വളപട്ടണം, കൺട്രോൾ റൂം, ട്രാഫിക് പോലീസ് സ്റ്റേഷൻ, കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ. നമ്മുടെ പോലീസായിട്ട് ഫസ്റ്റ് അപ്പോയിൻമെന്റ് കിട്ടുന്നത് എവിടെയാണ്? ഫസ്റ്റ് KAP 4th ബറ്റാലിയനിൽ 1993 മാർച്ച് 1-ാം തീയതിയാണ് ജോയിൻ ചെയ്തത്. ഈ അന്ന് 93? അതെ. ഈ 1993 കാലഘട്ടത്തിലെ പോലീസും 2025 ഈ കാലഘട്ടത്തിലെ പോലീസും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താ? ഏറ്റവും വലിയ നമ്മുടെ ഒരു സർക്കാർ സേവന മേഖലയാണ് പോലീസ്. നമ്മളെ സേവിക്കുക, സർക്കാരിനെ സേവിക്കുക. അതിലൂടെ കിട്ടുന്ന ഡ്യൂട്ടിക്ക് ആനന്ദം ഒരു വേറെ തന്നെ ഒരു അനുഭൂതി തന്നെയാണ്. കാരണം നമ്മൾ ശമ്പളം മാത്രമല്ല, ശമ്പളം നമ്മൾ 640 രൂപ ബേസിക്കിലാണ് നമ്മൾ ജോലി ചെയ്തത്. ഞാൻ റിട്ടയർഡ് ആകുമ്പോൾ ഏകദേശം 50,000-ന് മുകളിൽ രൂപ എനിക്ക് ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ശമ്പളത്തിൻ്റെ അല്ലാതെ മറ്റ് നമ്മൾ ജനങ്ങളുമായിട്ടുള്ള ഇടപെടലിൽ ഉള്ളൊരു മാറ്റം എന്താ? 93-2025 ഒരുപാട് ടെക്നോളജി AI യുഗമാണ് ഇപ്പോൾ. നമ്മുടെ അന്നത്തെ പോലെയുള്ള കേസ് അന്വേഷണം, കേസ് തെളിയിക്കലും കാര്യങ്ങളൊന്നുമല്ല. ഇപ്പോൾ മോസ്റ്റ് മോഡേൺ എല്ലാവരും മീഡിയാസ് ഒക്കെ ഉപയോഗിച്ച് എല്ലാവരും വളരെ നല്ല ഈ നമ്മുടെ CCTV ക്യാമറ. അതെ. ഈ CCTV ക്യാമറ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് എത്രത്തോളം ഗുണകരമാണെന്ന് ശരിക്കും? CCTV ക്യാമറ ജനങ്ങളുടെയൊക്കെ ചിന്ത എന്ന് വെച്ചാൽ, പുറത്തുനിന്ന് വന്നിട്ട് ആരെങ്കിലും കടയിൽ കയറുന്നുണ്ടെങ്കിൽ കയറുന്നത് ആരും ശ്രദ്ധയിൽപ്പെടുത്താതെ അവരവരുടെ ക്യാമറ ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുള്ളത് പൂട്ടിനായിരിക്കും. പൂട്ടിന് വെച്ചിട്ട് യാതൊരു കാര്യമില്ല. ആരാണ് പുറത്തുനിന്ന് വരുന്നത്, പൂട്ട് ആരാണ് പൊളിക്കുന്നത് നമുക്ക് കണ്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു കാലഘട്ടമാണ്. കാരണം ആ CCTV ഉപയോഗിക്കുന്നവർ പിന്നെ ആ നടന്നു വന്ന ആ വ്യൂ മുഴുവൻ കിട്ടി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് സഹായിക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാൻ സന്നദ്ധമാണ്. അതുമാത്രമല്ല, ഇപ്പോൾ പല ആളുകളും റിട്ടയർഡ് ആയതിനു ശേഷമൊക്കെ എൻ്റെ അനുഭവം, നമ്മൾ വെക്കാത്ത പോലീസ് വന്ന് ഇടയ്ക്കിടയ്ക്ക് ഫൂട്ടേജ് ചോദിച്ചു കൊടുക്കും എന്നുള്ളതാണ്. പോലീസിനെ സഹായിക്കണം എന്നുള്ള മെൻറ്റാലിറ്റി ഒരുപാട് പണ്ടത്തെ കടുവ, പിന്നെ പുലി അങ്ങനത്തെ പേരൊക്കെ മാറി ഇപ്പം പിന്നെ കുരുവികളായി എല്ലാവരും. പണ്ട് പോലീസൊക്കെ വലിയ കൊമ്പം മീശയും ലാത്തിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം വളരെ സിമ്പിളാണ്, വളരെ ചോക്ലേറ്റ് ബോയ്. ഇപ്പോൾ അടിസ്ഥാന യോഗ്യത തന്നെ +2 ആണ് ഇപ്പോഴത്തെ പോലീസിലേക്ക് എൻലിസ്റ്റ്മെൻറ്റ് പറയുന്നത്. ഭൂരിപക്ഷ ആളുകളും PGയും പിന്നെ മറ്റുള്ള ഈ എന്താ പറയുക പ്രൊഫഷണലിസ്റ്റാണ് എല്ലാവരും. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു മാറ്റം അവരുടെ അന്വേഷണത്തിലുണ്ട്. ജീവിക്കാൻ വേണ്ടി പോലീസാകുന്നതല്ല, പോലീസായി സേവനം ചെയ്യാൻ പോലീസിലേക്ക് കടന്നു വരുന്ന ഒരുപാട് ആൾ. കാരണം അധ്യാപകരൊക്കെ രാജിവെച്ച് പോലീസിലേക്ക് വരുന്ന കാലഘട്ടം. പോലീസ് നന്നായിട്ട് വരട്ടെ. നമ്മളെ ജനങ്ങളും അതുപോലെ തന്നെ പോലീസിൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുക എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ ചെറിയ ചോദ്യം, ചെടി വാങ്ങുന്നുണ്ടോ? പൂവാണോ? ചെടിയാണോ വാങ്ങുന്നത്? വിത്താ വാങ്ങുന്നത്? എന്താ വാങ്ങുന്നത്? ജസ്റ്റ് കാണുക എന്നുള്ളതാണ് വന്നത്. ചെടി കണ്ടിട്ട് ഇഷ്ടമാണ്. പെട്ടെന്നൊരു 5 പൂവിൻ്റെ പേര് പറയാൻ പറഞ്ഞു. ഏതൊക്കെ പൂവിൻ്റെ പേര് പറയും? മലയാളത്തിൽ പറയണം. മലയാളം. റോസാ ചെടി, അത് മലയാളത്തിൽ പനിനീര്, ചെണ്ടുമല്ലിക, മുല്ലപ്പൂവ്, താമര, പിന്നെ കടലാസ് പൂവ്, അങ്ങനെ ബൊഗൺവില്ല. ഇപ്പോൾ ചെറിയ ചോദ്യമാണ്, അലങ്കാരത്തിന്, അതായത് അലങ്കാരത്തിനായിട്ട് ഉപയോഗിക്കാത്ത പൂവ് ഏതാണ്? തലയിൽ ചൂടാനും അലങ്കാരത്തൊന്നും ഉപയോഗിക്കാത്ത പൂവ്. ക്ലൂ ക്ലൂ എന്തായാലും നിങ്ങളിത് നട്ട് വളർത്തിയിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്. സോറി, തൽക്കാലം ഓർമ്മയിൽ വരുന്നില്ല. അപ്പോൾ എന്തായാലും സല്യൂട്ട് സാർ. ഓക്കെ, കാണാം. താങ്ക് യു. യെസ്, ഓക്കെ.
പേര് ശോഭന. ശോഭന. അടുത്തോട്ട് സാർ, അടുത്തോട്ട്. സാറിൻ്റെ പേര്? ഹരിദാസ്. ഹരിദാസ്. സ്ഥലം? അഴീക്കോട്. അഴീക്കോട്. അഴീക്കോട് എവിടെ ആയിട്ട് വരും കറക്റ്റ്? തെക്കന്മാർ കണ്ടില്ല. തെക്കന്മാർ കണ്ടി. അപ്പോൾ വടക്കൽ എന്താ ഉള്ളത്? വടക്കില്ലേ? ഇല്ല. അന്നേ വന്നതാണ്. അന്നേ വന്നതൊക്കെയാണ്. ഓക്കെ. ഇപ്പോൾ ജോലി? ഞാനിപ്പോൾ റിട്ടയർ ആയിരുന്നു, ഗൾഫിൽ നിന്ന് വന്നു. ഗൾഫിൽ നിന്ന് വന്നത്. മേഡം ജോലി എന്ത് ചെയ്യുന്നുണ്ടോ? ഇല്ല, രണ്ടാളും ഒന്നിച്ചിട്ട് ഹൗസ് വൈഫ്. സന്തോഷ കാര്യം. വീട്ടിൽ ഇതുപോലെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടോ? വീട്ടിൽ ഒരു പൂന്തോട്ടം പോലെ തന്നെ ഉണ്ടോ? പൂന്തോട്ടം പോലെ ഇല്ല, കുറച്ച് ചെടികളും കൃഷിയും അതൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഒരു 4 നിങ്ങളുടെ വീട്ടിലുള്ള പൂക്കളുടെ പേര് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നമുക്ക് അടിയനുണ്ട്, പിന്നെ നമ്മുടെ റോസ്, മുല്ല, പിന്നെ നിത്യവസന്ത, ശംഖുപുഷ്പം, പിന്നെ അത് പറഞ്ഞില്ല, ഹൈഡ്രാഞ്ചിയ. 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 അപ്പം ഈ പറഞ്ഞ പൂക്കളുടെ പേരൊക്കെ പറയുമ്പം അതിൽ ഒരു പൂവിന്റെ പേര് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു പാട്ട് വരും. ഏതാണ്? മുല്ലപ്പൂമ്പല്ലിലോ? അതുണ്ട്. പിന്നെ ശംഖുപുഷ്പം. കണ്ടെഴുതുമ്പോൾ ശകുന്തളയെ നിന്നെ ഓർമ്മ വരും. ഓർമ്മ വരും, എന്തായാലും അതാണ്. ശരി. അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യമാണ്, ഒരു കുസി ചോദ്യമാണ്. ഉത്തരം പറഞ്ഞാൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട്, മലബാർ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന സമ്മാനം. ചെറിയ സമ്മാനങ്ങളാണ്. ചോദ്യം: നമ്മൾ പൂക്കൾ കൂടുതലും ഭംഗിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതായത് അലങ്കാരത്തിന് ഉപയോഗിക്കാത്ത, തലയിൽ ചൂടാനും അലങ്കാരത്തിനും ഭംഗിക്കും വേണ്ടി ഉപയോഗിക്കാത്ത പൂവേതാണ്? ഉപയോഗിക്കില്ല, തലയിൽ വെക്കൂല. ഇത് ഭംഗിക്കും വെക്കൂല, ഭംഗിക്കും വെക്കാറില്ല, അലങ്കാരത്തിന് വെക്കാറില്ല. അങ്ങനെ വീടുകളിൽ അങ്ങനെ പിന്നെന്താ പറയുക, വീട്ടിൻ്റെ മുറ്റത്തും ഒരു പിന്നെ പൂന്തോട്ടത്തിലൊന്നും അങ്ങനെ വെക്കാത്തൊരു പൂവാണ്. കോഴിപ്പൂവല്ല, വെക്കും. അങ്ങനെ പെട്ടെന്നുള്ളൊരു എന്തായാലും കുഴപ്പമില്ല, നടക്കട്ടെ. യാത്ര തുടരട്ടെ. കാണാം. താങ്ക് യു. ഓക്കെ. യെസ്. ഹലോ, ഗുഡ് ഈവനിങ്. ഇങ്ങോട്ടൊന്നുള്ളൂ, ഈ സൈഡിലേക്ക് ഇവിടേക്ക് സൈഡിലോട്ട്. ഓക്കെ. മേഡത്തിൻ്റെ പേര് പറഞ്ഞു? ലതിക. സ്ഥലം? ചാല. കോഴിയോട് ചാല. പേര് പറയും. കൂടി രക്ഷപ്പെടാൻ നോക്കുക. പേര് പറ. ശ്രീലക്ഷ്മി. എന്ത് ചെയ്യുന്നു ഇപ്പോൾ? ഞാൻ +2 പഠിക്കും. +1 എവിടെ പഠിക്കുന്നത്? ചൊവ്വ സ്കൂളിൽ +2 പഠിക്കുകയാണ്. ഏതാണ് അടുത്ത സബ്ജക്ട്? കോമേഴ്സ് ആണ്. എങ്ങനെയുണ്ട്? നല്ലതന്നെ. കുഴപ്പമില്ല. എക്സാം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന മോഡൽ ഇപ്പോൾ പ്രാക്ടിക്കലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. മോൻ്റെ പേര്? സിദ്ധാർത്ഥ്. എത്ര ക്ലാസ് പഠിക്കുന്നത്? 6ൽ. ഏതാ സ്കൂള്? സെന്റ് മൈക്കിൾസ്. ഓക്കെ. ചേച്ചിയുടെ പേര്? സൗമ്യ. സമയച്ചൊന്നും ചെയ്യുന്നുണ്ടോ? കണ്ണൂർ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. ഏത് ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്? കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ്. പഴയ ബസ് സ്റ്റാൻഡ്. ഓക്കെ. മേഡം എന്ത് ചെയ്യുന്നു? ഞാനൊരു കാറിന്റെ ഷോറൂമിൽ. ഏതാ കാറ്? ഹുണ്ടായി കാറിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ. യെസ്. അടിപൊളി. ഹുണ്ടായി കാറിന്റെ പ്രത്യേകത എന്താ? നല്ല അതിനെപ്പറ്റി ചോദിച്ചാലും നമുക്ക് അങ്ങനെ പറയാൻ അറിയില്ല. ശരി. അത് ശരി, കൂടെ വന്ന ആളാണ്. ഓക്കെ. സാറിന്റെ പേര്? ഗിരീഷ് കുമാർ. ഗിരീഷ് ഏട്ടൻ എന്ത് ചെയ്യുന്നത്? കച്ചവടം. എനിക്കറിയാം, പക്ഷെ നമ്മൾ ക്യാമറ അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ലോ. കാരണം അറിയുന്ന ആളാന്ന് പറഞ്ഞാൽ അതോ ഉത്തരം പറഞ്ഞാൽ പറയും നീ പറഞ്ഞു കൊടുത്തെന്ന് പറയും. അതുകൊണ്ടാണ് സത്യമായ വഴിക്കോട്ടെ അല്ലേ. വീട്ടിൽ ഇതുപോലെ പൂന്തോട്ടം ഉണ്ടോ? ഇതുപോലെ ഉണ്ടാവില്ല വീട്ടിൽ, ചെറിയ രീതിയിൽ. പെട്ടെന്ന് ഒരു 5 പൂവിന്റെ പേര് ഉള്ളത് വീട്ടിലുള്ളത് ഏതൊക്കെയാ? 5 എണ്ണം. റോസ്. എങ്ങനെ അല്ല ചെവിട്ടിൽ വെക്കുന്ന ചെമ്പരത്തി അല്ലേ? ചെവിട്ടിൽ വെക്കുന്ന ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ ഈ ചെമ്പരത്തി പൂ എന്താ ചെവിട്ടിൽ വെക്കുന്നത്? അതറിയില്ല. ചെമ്പരത്തി പൂ ചെവിട്ടിൽ വെച്ചാൽ എന്തിന്റെ ലക്ഷണമാണ്? ഭ്രാന്തിന്റെ. അതാണ് പുതിയതായിട്ട് പപ്പുച്ചേട്ടനൊക്കെ ചെമ്പരത്തി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അല്ലേ? അതാണ്. അത് ചെമ്പരത്തി പൂ തലയിൽ വെച്ചാൽ വട്ടാണ് എന്ന് പലയാളും പറയാറുണ്ടെന്ന് പറഞ്ഞ പോലെയാണ് അല്ലേ? അമ്പലത്തിലെ ശാന്തിക്കാരെല്ലാം വെക്കുന്നില്ല. അത് നമ്മൾ എതള് പൂവായിട്ട് വെക്കൂല, പൂജയ്ക്ക് എടുത്ത് അതിന്റെ എതള് നമ്മൾ തുളസിയുടെ കൂടി ഇങ്ങനെ തലയിൽ നമ്മുടെ ചെവിയിൽ ചൂടുന്നതാണ്. ശരി. അപ്പോൾ ചെറിയൊരു ചോദ്യമാണ്. ഉത്തരം ഓൺ സ്പോട്ട് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം, അതുപോലെ തന്നെ മലബാർ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന ഒരു സമ്മാനം. സ്വർണ്ണമല്ല, ഒരു ഗിഫ്റ്റാണ്. അല്ല, സമ്മാനം. ഓക്കെ. അപ്പോൾ അതൊന്നും പറയില്ല. എന്നാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന 2 സമ്മാനങ്ങളാണ്. ഇപ്പോൾ ചോദ്യം എന്ന് വെച്ചാൽ പൂക്കൾ 90% നമ്മൾ അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അല്ലേ? അല്ലാതെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പൂക്കളുണ്ട്, തലയിൽ ചൂടാൻ ഉപയോഗിക്കുന്ന പൂക്കളുണ്ട്. എൻ്റെ ചോദ്യമാണ്, തലയിൽ ചൂടാൻ ഉപയോഗിക്കാത്ത, അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കാത്ത, പൂജയ്ക്ക് വേണ്ടി ഉപയോഗിക്കാത്ത പൂവ് ഏതാണ്? ഇതങ്ങനെ നമ്മൾ പൂന്തോട്ടത്തിൽ നട്ടു വളർത്തുന്ന ഒരു പൂവല്ല. കണ്ണീർ പൂക്കളാ? അല്ല. ആലങ്കാരികമായിട്ട് കാവ്യാത്മകമായിട്ട് പറയാം. ഇവിടെ അപ്പൊ എന്നാലും കാണാം. സന്തോഷം, നടക്കട്ടെ. ഓക്കെ. ഈ കണ്ണാടിപ്പറമ്പ് രമേശ് എന്ന് പറയുന്ന ആള് ഞാൻ തന്നെ. നിങ്ങൾ തന്നെ? ഇതാണ് കണ്ണാടിപ്പറമ്പ് രമേശ് എന്ന് പറയുന്ന ആള്. നമ്മള് കീരിക്കാടൻ ജോസ് എന്നൊക്കെ സിനിമ പറയുന്ന പോലെ ഇതാണ് കണ്ണാടിപ്പറമ്പ് രമേശൻ. കണ്ണാടിപ്പറമ്പ്. ഇനിഷ് എന്താണ്? എന്താണ് എം കെ എന്ന് പറഞ്ഞാൽ? മാവിലാക്കണ്ടി. അതെവിടെയായിട്ട് ഒരു കണ്ണാടിപ്പറമ്പ്? ബസാർ തന്നെയാണ്. ജോലി ഇപ്പം കോൺട്രാക്ട് വർക്കാണ്. മേഡത്തിന്റെ പേര്?
ഹൈമവതി. ഹൈമവതി. ഹൈമവതി നിന്റെ എന്തൊരു പാട്ടിൽ അങ്ങനെ ഒരു പാട്ടില്ലേ? ആ, നമ്മുടെ പിന്നെ ജയേന്ദ്ര പാടിയ പാട്ടാണ് തോന്നുന്നു. ജോലിയും ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല. പേര്? സാവിത്രി. സാവിത്രി. സാവിത്രി ചേച്ചി എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ. പേര്? അജിത. അജിത ചേച്ചി എന്ത് ചെയ്യുന്നു? വീട്ടമ്മ. വീട്ടമ്മയാണ്. ഓക്കെ. വീട്ടു കാര്യങ്ങൾ അടിപൊളി. ഇന്ന് രാവിലെ എന്താ ഉണ്ടാക്കിയ? രാവിലെ വീട്ടില് ഇന്ന് പുട്ട്. പുട്ടിന് കടല? വെറുതെ പുട്ടും പപ്പടവും. വെറുതെ പുട്ടും പപ്പടും. ആ, ഇവിടെ രാവിലെ എന്താ ഉണ്ടാക്കിയ? ദോശ. ദോശയും ചട്നി. ഉഴുന്ന് ദോശയും ചട്നിയും. ആ, ഇവിടെ ദോശ തന്നെ. ദോശയും പിന്നെ ചട്നിയും. ചട്നി. ഉഴുന്ന് ദോശയാണോ? ആണ്. ശരി, ഇരിക്കട്ടെ. അപ്പം ഓക്കെ. അപ്പം ചെറിയൊരു ചോദ്യമാണേ, വളരെ സിമ്പിളായ ചോദ്യം. നമ്മൾ ഒരുപാട് പൂക്കളുണ്ട് ഇവിടെ ഉണ്ട്. അത് പൂക്കൾ പല രൂപത്തിലും പല വലുപ്പത്തിലും പല നിറത്തിലും ഒക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പം എൻ്റെ ചെറിയ ചോദ്യമാണ്, നമ്മൾ പൂക്കൾ അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കൂടുതലായിട്ടും അല്ലേ? അപ്പം അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കാത്ത, തലയിൽ ചൂടാത്ത, പൂജയ്ക്ക് വേണ്ടി ഉപയോഗിക്കാത്ത പൂവ് ഏതാണ്? ഇതങ്ങനെ നമ്മൾ പൂന്തോട്ടത്തിൽ പൂക്കളുടെ കൂടെ വളർത്തുന്ന പൂവല്ല. അല്ല, കണ്ണാസു അല്ല. കണ്ണാസു പൂ നമ്മുടെ പൂന്തോട്ടത്തിലൊക്കെ ഉണ്ടാവും. അതായത് ഭംഗിക്ക് വേണ്ടി, നമ്മൾ അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കാത്ത പൂവ്. അല്ല അല്ല, ജടപ്പൂ അല്ല. ശരിയില്ല. അപ്പം എന്തായാലും സാർ കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, യെസ്. ആ, കൊടുത്തു ചേച്ചി. ആര്? ആ, പോലെ പോലെ പോലെ. ആ, ഇവിടേക്ക്. ആരൊക്കെ വന്നേ? ചേച്ചി വാ വാ. ആ, ചെരുപ്പിട്ടോ. വാ, കൂടെ വന്ന് ചേട്ടൻ കൂടെ വന്നല്ലേ? വാ. ആ, അപ്പോൾ അടുത്ത ആള്. മോളുടെ പേര്? സന്മയ. ചിന്മയ എന്നാണോ സന്മയ എന്നാണോ? സന്മയ. സന്മയ. ആ, വീട്ടിൽ എന്താ വിളിക്കുന്നത്? ചമ്മു. സമ്മു. ചമ്മു. ചമ്മു എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. എത്ര ക്ലാസ് പഠിക്കുന്നത്? 5. സ്കൂളിന്റെ പേര്? ഭാര്യ UPS. ഓക്കെ. ഇന്ന് സ്കൂളിൽ പോയില്ലേ? ഇല്ല. എന്ത്? സ്പോർട്സ്. ആ, അപ്പം ഓടാൻ പോയില്ല. മോള് പാട്ട് പാടാനാണ് നിൽക്കല്, അല്ലെങ്കിൽ എന്താണ്? സ്പോർട്സ് ഇല്ല, പിന്നെന്താണ്? പാട്ട് പാടാനൊക്കെ പാട്ട് ഡാൻസ് ആണെന്നൊക്കെ നിൽക്കാറുണ്ടോ? ഇല്ല. ഓക്കെ. വേറെ പേര്? സുലോചന. സുലോചന ജോലിയും ചെയ്യുന്നുണ്ടോ? ഇല്ല, വീട്ടമ്മയാണ്. ആ, ഒരാളുണ്ട് ഇവിടെ. താഴോട്ട് പോകണം. എന്താ പേര്? ആ, ഓക്കെ. യെസ്. ആ, അടിപൊളി. ഏട്ടൻ എന്താ വിളിക്കുന്ന മോനെ? ടുണ്ടുടു. ആ, ടുണ്ടുടു. അച്ഛനെന്താ വിളിക്കുന്നേ? ആ, അമ്മ എന്താ വിളിക്കുന്നേ? ടുണ്ടുടു. ഏട്ടനെ മോൻ എന്താ വിളിക്കുന്നേ? സായിന്നു. ഏട്ടൻ അങ്ങനെ വിളിക്കും. ശരി, ഓക്കെ. ചേട്ടൻ്റെ പേര്? സുജിത്തേട്ടൻ എന്താ ചെയ്യുന്നത്? വാർപ്പിന് വേണ്ട. ഇന്ന് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു? ലീവാണ്. അപ്പോൾ ചെറിയൊരു ചോദ്യമാണ്, ഉത്തരം പറഞ്ഞ ഓൺ സ്പോർട്സ് സമ്മാനമുണ്ട്. അതായത് പൂക്കൾ നമ്മൾ അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, പിന്നെ പൂജയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പൂവുണ്ട്, തലയിൽ ചൂടാൻ ഉപയോഗിക്കുന്ന പൂവുണ്ട്. എൻ്റെ ചോദ്യം, അലങ്കാരത്തിന് ഉപയോഗിക്കാത്ത, തലയിൽ ചൂടാത്ത, പൂജക്കായിട്ട് ഉപയോഗിക്കാത്ത പൂവ് ഏതാണ്? ഷാമ്പു അല്ല. ഇത് നമ്മൾ വളർത്തുന്നത് തന്നെയാണ്. നമ്മളെല്ലാവരും അങ്ങനെ വളർത്തുന്നില്ല, നമ്മൾ പലയാൾ ഉപയോഗിക്കുന്നതാണ്. ടൈമായോ ക്ലൂ കൊടുക്കാൻ? ഇത് അങ്ങനെ നമ്മൾ പിന്നെ വളർത്തുന്നത് തന്നെയാണ്, വളർത്തിയെടുക്കുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ പൂന്തോട്ടത്തിലായിട്ട് അങ്ങനെ വളർത്താറില്ല. മോളി? അറിയില്ല. ചേട്ടാ? ഇല്ല. ഓക്കെ, അപ്പം നടക്കട്ടെ, കാണാം. നാൽവർ സംഘം, 4 ലേഡീസ്. ഓക്കെ, വനിത ഓൺലി. മേഡത്തിൻ്റെ പേര്? നസീമ. എവിടെ സ്ഥലം? എവിടെ? എല്ലാവരും താണക്കാണ്. ഓക്കെ. പേര്? നജ്മ. സുഫൂറ. ആ, കയറു. അപ്പോൾ നിങ്ങളൊക്കെ ഫാമിലി മെമ്പേഴ്സാണ്? ഫ്രണ്ട്സാണ്. അത് ശരി. കൂടെ പഠിച്ച ഫ്രണ്ട്സാണോ? 40 വർഷം മുന്നേ ഒരുമിച്ച് പഠിച്ച കൂട്ടുകാർ വീണ്ടും ഒത്തുചേർന്നിരിക്കുന്നു. ഏതാ സ്കൂളിൽ പഠിച്ചത്? ഗവൺമെൻറ് സിറ്റി ഹൈസ്കൂളിൽ. എത്രാം ക്ലാസ്സിലാണ് ഒരുമിച്ച് പഠിച്ചത്? 8 മുതൽ 10 വരെ പഠിച്ചു. അതിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘം ഒക്കെ വെച്ചോ? അപ്പോൾ നിങ്ങളെല്ലാം താമസിക്കുന്നതാണൊക്കെ തന്നെയാണ്. അപ്പോൾ കുട്ടിക്കാലം മുതൽ 8ാം ക്ലാസ് മുതൽ പഠിച്ച ആ ബാല്യകാലം മുതലുള്ള ഓർമ്മകൾ കൂടെയുണ്ട് അല്ലേ? അന്ന് പിന്നെ നിങ്ങളുടെ അന്ന് പഠിപ്പിച്ച ടീച്ചർ ആരും ഓർമ്മയുണ്ട്? 8ാം ക്ലാസ് പഠിപ്പിച്ച ടീച്ചർ കാണാറുണ്ട്. എന്താ ടീച്ചർ പേര്? ശൈല ടീച്ചർ. കൂട്ടുകാരെല്ലാവരും കാണാറുണ്ട്. അടുത്ത് കൂടി 36 ആള്. ആ, അത് ശരി. എവിടെ വെച്ചിട്ടായിരുന്നു? ചോയ്സ് ഹോട്ടൽ. അതായത് നമുക്ക് തോന്നുന്നു നമ്മുടെ ഈ ക്ലാസ്മേറ്റ്സ് എന്നുള്ള സിനിമ, ആ സിനിമയ്ക്ക് ശേഷമാണ് ഇതുപോലെ പൂർവ്വ വിദ്യാർത്ഥി സംഘമല്ല ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു അല്ലേ? കുടുംബ സംഘം. എന്തായാലും ആ ഒരു സംഭവം നമുക്ക് നമ്മൾ പണ്ടേയുള്ള കൂട്ടുകാരെ കാണാനും അതുവഴി ഓർമ്മിക്കാനും, നമ്മൾ ഒത്തുചേരുമ്പോൾ വീണ്ടും നമ്മൾ പഴയകാല കുട്ടികളായി മാറാനൊക്കെയുള്ള ഒരുപാട് ഗുണമുണ്ട് അല്ലേ?
നല്ല സംഭവമാണ്. അപ്പോൾ ഇത് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ചെറിയ ചോദ്യം ചോദിക്കുകയാണ്. ഉത്തരം പറഞ്ഞ ഓൺ സ്പോട്ട് സമ്മാനമുണ്ട്, ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം, അതുപോലെ തന്നെ മലബാർ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന സമ്മാനം. വളരെ ചെറിയ സമ്മാനമാണ്. ഫ്ലവർ, അതായത് പൂ. ഇവിടെ കംപ്ലീറ്റ് പൂവാണ്. ഇവിടെ മൊത്തം 12,000 സ്ക്വയർ ഫീറ്റിലാണ് ഇവിടെ ഒരു പൂക്കൾ ഒരുക്കിയിരിക്കുന്നത്. ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. പൂക്കൾ പല പേരിലും പല രൂപത്തിലും നമ്മൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന പൂവുണ്ട്, അതുപോലെ തന്നെ തലയിൽ ചൂടാൻ ഉപയോഗിക്കുന്ന പൂക്കളുണ്ട്, പൂജയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന പൂക്കളുണ്ട്. പൂക്കൾ കൂടുതലും അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കാത്ത, തലയിൽ ചൂടാത്ത, പൂജയ്ക്ക് വേണ്ടി ഉപയോഗിക്കാത്ത, പൂന്തോട്ടത്തിൽ വളർത്താത്ത പൂവ് ഏതാണ്? അല്ല. ഇത് നമ്മൾ കൂടുതലായിട്ട് നമ്മളിത് എന്താ പറയുക, ഒരു ക്ലൂ തന്നു കഴിഞ്ഞാൽ എന്താ പറയുക, നിങ്ങളൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും. ചില ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെയുണ്ട്, നമ്മൾ ഈ ഒരു ഫുഡ് കോർട്ടിൽ അതുണ്ട്. ഭക്ഷണം കഴിക്കുന്നതാണോ? ഭക്ഷണമായിട്ട് ഉപയോഗിക്കും ഈ പൂവ്. കോളിഫ്ലവർ. എന്ത്? കോളിഫ്ലവർ ആണോ? അല്ലേ? ഗോപി മഞ്ചൂരിയനായിട്ട് ഉപയോഗിക്കും. പിന്നെ വേറെ എന്തായിട്ട് ഉപയോഗിക്കും? സാലഡ് ഉണ്ടാക്കും. ഫ്ലവർ. യെസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ഒരുമിച്ച് 8ാം ക്ലാസ് മുതൽ പഠിച്ച അവരിപ്പോഴും ഒരുമിച്ച് നിൽക്കുകയാണ് കൂട്ടുകാരായിട്ട്. അപ്പോൾ ചോദ്യമാണ്, നമ്മൾ അലങ്കാരത്തിൽ ഉപയോഗിക്കാത്ത, പൂന്തോട്ടത്തിൽ നട്ട് വളർത്താത്ത, മുടിയിൽ ചൂടാത്ത, പൂജയ്ക്കായിട്ട് ഉപയോഗിക്കാത്ത പൂവ് ഏതാണെന്നാണ് ഉത്തരം. കോളിഫ്ലവറാണ്. കോളിഫ്ലവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. കേബേജിന് പോലുള്ള മറ്റു സാധനമാണ് കോളിഫ്ലവർ എന്ന് പറയുന്നത്. ഫ്ലവർ മീൻസ് പൂവ്. ഞാൻ ഫ്ലവർ എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉത്തരം കിട്ടും. അതുകൊണ്ട് ലാസ്റ്റോട്ട് അത് ഇട്ട് പെരുമാറിയത്. അപ്പോൾ ഉത്തരം കോളിഫ്ലവറാണ്. അത് നമ്മൾ പൂന്തോട്ടത്തിൽ വളർത്താറില്ല, പൂജയ്ക്കായിട്ട് ഉപയോഗിക്കാറില്ല, തലയിൽ ചൂടാറില്ല, അലങ്കാരത്തിന് വെക്കാറില്ല. അത് ഭക്ഷണത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണ്. ഇത് ഉത്തരം പറഞ്ഞ മേഡത്തിൻ്റെ പേര് സഫൂറ. മേഡത്തിലുള്ള സമ്മാനം കൊടുക്കുകയാണ്. കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനം, കൂടെ മലബാർ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന മറ്റൊരു സമ്മാനം. ഗോൾഡ് അല്ല, പ്രത്യേകം പറയാം. ഓക്കെ, സന്തോഷം. അപ്പം ഇരിക്കട്ടെ. അപ്പം വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. യെസ്, താങ്ക് യു. അപ്പം നമ്മുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. നമ്മൾ കണ്ണൂരുള്ള ഫ്ലവർ ഷോ, അതായത് ജനുവരി 16 തുടങ്ങി ജനുവരി 27 അവസാനിക്കുന്ന ഫ്ലവർ ഷോ ആണ്. വരിക കാണും. ഒരുപാട് വ്യത്യസ്തമായ പൂക്കളുടെ ചെടികളൊക്കെ ഉണ്ട്, വന്ന് വാങ്ങിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്താക്കളുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുകയാണ്. വീണ്ടും കണ്ടുമുട്ടാം അടുത്ത അധ്യായത്തിൽ. ഗുഡ് ബൈ.